പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യഹൂദാ ജനത്തിന്മേലുള്ള ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുന്ന ഒരു ചരിത്രഗ്രന്ഥമായ എസ്തേർ പുസ്തകത്തെക്കുറിച്ചാണ്. ബൈബിളിലെ 17ാമത്തെ പുസ്തകമാണ് എസ്തേർ. അധ്യായങ്ങൾ 10, വാക്യങ്ങൾ 167, ആജ്ഞകൾ 11, ചോദ്യങ്ങൾ 21. സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന ബൈബിളിലെ 2ാമത്തെ പുസ്തകമാണ് എസ്തേർ. ഈ പുസ്തകത്തിൽ ദൈവം എന്ന പദം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇതിലെ സകല സംഭവങ്ങളിലും ദൈവസാന്നിധ്യം സുവ്യക്തമാണ്. എസ്രായുടെ പുസ്തകം 6ാം അധ്യായത്തിനും 7ാം അധ്യായത്തിനും ഇടയിലുള്ള 60 വർഷങ്ങളിലാണ് എസ്തേറിന്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടന്നത്. എസ്തേർ എന്ന വനിതയുടെ എബ്രായ നാമം ഹദസ എന്നാണ്. കൊഴുന്ത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എസ്തേർ എന്ന പേർഷ്യൻ പേരിന് നക്ഷത്രം എന്നാണ് അർത്ഥം. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം. ബൈബിൾ നെഹമ്യാവിന്റെ പുസ്തകത്തിന് ശേഷമാണ് എസ്തേർ വരുന്നതെങ്കിലും നെഹമ്യാവിൽ സംഭവങ്ങൾക്ക് 30 വർഷം മുമ്പാണ് എസ്തേറിലെ സംഭവങ്ങൾ നടക്കുന്നത്. കോരശ് രാജാവിന്റെ വിളംബരം അനുസരിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാതെ പേർഷ്യയിൽ തന്നെ തുടർന്ന് താമസിച്ച യഹൂദന്മാരുടെ പ്രയോജനത്തിനായി എഴുതപ്പെട്ടതാണ് ഈ പുസ്തകം. പേർഷ്യൻ സാമ്രാജ്യത്തിൽ വസിച്ചിരുന്ന യഹൂദന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുവാൻ പദ്ധതി ആസൂത്രണം ചെയ്ത ഹാമാന്റെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തി സ്വന്തം ജനത്തെ സംരക്ഷിക്കുന്ന എസ്തേറിന്റെ വീരസാഹസിക കഥയാണ് ഈ പുസ്തകത്തിലെ ഇതിവൃത്തം. അഹശ്വേരോശ് രാജാവ് BC 483 വസ്തിയെ രാജ്ഞിസ്ഥാനത്ത് നിന്നും നീക്കിയെങ്കിലും BC 479 എസ്തേർ രാജ്ഞിയായി അവരോധിക്കപ്പെടുന്നത്. ഇതിനിടയിലുള്ള 4 വർഷം അഹശ്വേരോശ് ഗ്രീസിനെതിരായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സംരക്ഷണത്തെയും കരുതലിനെയും വ്യക്തമാക്കുക എന്നതാണ്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ മൊർദെഖായി എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 464. സ്ഥലം ശൂഷനിൽ വച്ച്. കാലപരിധി ഏകദേശം 12 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.